നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കേരളം വിധി എഴുതാൻ ഇനി 20 ദിവസം മാത്രമാണ് ബാക്കി. പൊട്ടിത്തെറികളും വിസ്മയങ്ങളും അവസാനിച്ചോ? പാർട്ടിക്ക് വിധേയപ്പെട്ടവനെന്ന് പറഞ്ഞതോടെ കെ സുധാകരൻ ഉയർത്തിയ എല്ലാ വെല്ലുവിളികളും അവസാനിച്ചോ? കണ്ണൂരിൽ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ കെ സുധാകരൻ ഇറങ്ങുമോ? അമ്പലപ്പുഴയിൽ 3ാം വട്ടവും പിണറായി വന്നാൽ സന്തോഷമെന്ന് പറയുന്ന ജി സുധാകരന് കൈ കൊടുക്കുന്നത് രാഷ്ട്രീയ അബദ്ധമാകുമോ? വിജ്ഞാപനം വന്ന ആദ്യ മണിക്കൂറിൽ പട്ടിക പുറത്തുവിട്ട ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം സെൻട്രലിലും താനൂരിലും വള്ളിക്കുന്നിലും കാസർഗോഡും സ്ഥാനാർത്ഥികൾ ആരാണ്? പാലക്കാട് 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ വേണ്ട എന്ന് വെച്ചിട്ടാണോ? മെയ് 4-ന് ആരായിരിക്കും വിസ്മയമാവുക? നമുക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്ന് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് റെജിൽ മാക്കുറ്റി, BJP-യിൽ നിന്ന് അബ്ദുൾ സലാം. ആദ്യം ശ്രീ റെജിൽ മാക്കുറ്റി, 24 മണിക്കൂർ മുൻപ് ഇതേ ഫ്ലോറിലിരുന്ന് ഞാൻ വാർത്ത വായിക്കുമ്പോൾ കെ സുധാകരന് നോമിനിയായി റെജിൽ മാക്കുറ്റി എന്നാണ് ഞാൻ വായിച്ചത്. വിസ്മയങ്ങൾ അവസാനിച്ചോ നിങ്ങളുടെ പാർട്ടി? ശ്രീമതി ആര്യ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം. പാർട്ടിക്ക് സ്വാഭാവികമായിട്ടുള്ള പാർട്ടിയുടെ സംഘടനാപരമായും തെരഞ്ഞെടുപ്പ് പരമായിട്ടുള്ള രീതിയുണ്ട്. ആ രീതിക്കനുസരിച്ച് പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ണൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നലകളിൽ ഉണ്ടാക്കിയുള്ള വലിയ വാർത്തകളും കെ സുധാകരനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ കുറിച്ചും പലതരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി എല്ലാം ആവിയായി പോയി. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ചകളും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ പരിണത ഫലം എന്ന് പറയുന്നത് അത് പോസിറ്റീവാണ്. ആ പോസിറ്റീവായ രൂപത്തിലേക്ക് ഞങ്ങൾ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരെല്ലാം ഇറങ്ങിയിരിക്കുന്നു. വളരെ ശക്തമായ രൂപത്തിൽ തന്നെ, വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് മെയ് 4-ന് UDF-ൻ്റെ ഒരു വിസ്മയം കേരളത്തിനകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് പോലെ എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? പക്ഷേ കോൺഗ്രസിനെ മാത്രം ആക്രമിക്കാനും കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ അത് വലിയ പർവ്വതീകരിക്കാനും ശ്രമിക്കുമ്പോൾ മറ്റ് പാർട്ടിക്കകത്ത് നടക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനാർത്ഥിമാരില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരൊക്കെ ആയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരളത്തിൽ ഒരു സീറ്റ് പോലും അത് BJP-ക്ക് പോലും, ദേശീയ പാർട്ടി എന്ന് പറയുന്ന BJP-ക്ക് പോലും മുഴുവൻ സീറ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിന് പരിമിതമായ സമയമുള്ളൂ. ആ സമയത്തിനകത്ത് തന്നെ കടന്നിറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷക്കാലം ഈ നാടിനെ എല്ലാ തരത്തിലും മുച്ചൂടും മുടിച്ചുകൊണ്ട് കൊള്ളക്കാരുടെ സങ്കേതമാക്കി മാറ്റിയ ഈ സർക്കാരിനെതിരെ ജനം പ്രതികരിക്കാൻ പോവുകയാണ്. ആ ജനം പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. ആ ആത്മവിശ്വാസത്തിലാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടിയ വിജയം, അതിനിടയിലുണ്ടായ ബൈ-ഇലക്ഷനിൽ ഞങ്ങൾ നേടിയ വിജയം, ഈ ഏറ്റവും 3 മാസം മുമ്പ് നമ്മൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടിയ പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റിയിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും കോർപ്പറേഷനകത്തായാലും എല്ലാം ഞങ്ങൾ നേടിയ വിജയമാണ്. ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾ നിലനിർത്തി. കോഴിക്കോട് കോർപ്പറേഷനകത്ത് ഇവർക്ക് വളരെ ചെറിയ വോട്ടിനാണ് ഇവർ ജയിച്ചത്. തൃശ്ശൂർ ഞങ്ങൾ ഇവരുടെ നിന്ന് പിടിച്ചെടുത്തു. എറണാകുളം പിടിച്ചെടുത്തു. കൊല്ലം ഞങ്ങൾക്ക് എത്രയോ വർഷമായി ലഭിക്കാത്ത കൊല്ലം ഞങ്ങൾ പിടിച്ചെടുത്തു. BJP-ക്ക് ഇവർ ഒരു കോർപ്പറേഷൻ കൊടുത്തു. അപ്പോൾ കേരളത്തിലെ ഒരു പൊതു മനസ്സെന്ന് പറയുമ്പോൾ ഇടതുപക്ഷ വിരുദ്ധതയാണ്. കാരണം കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം ഇവർ എല്ലാ തരത്തിലും ജനങ്ങളെ മുടിച്ചു എന്നുള്ളത്. ഇപ്പം ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ വലിയ പരസ്യങ്ങളുമായി ഇവർ പോവാണ്. വലിയ PR വർക്ക് നടത്തുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മോഹൻലാലിനെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിക്കുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള PR ഏജൻസി തന്നെ തെരഞ്ഞെടുപ്പ് രൂപത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് PR വർക്ക് നടത്തുന്നു. പക്ഷേ ആ PR വർക്കൊക്കെ തന്നെ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ അത് UDF-ന് അനുകൂലമായിട്ടുള്ളായിരിക്കും. അതേസമയം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ആ രൂപത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വിചാരണ ചെയ്യപ്പെടാൻ ഈ പരിമിതമായ ദിവസങ്ങളാണെങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ ഞങ്ങൾ നല്ല എക്സസൈസ് നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബഹുമാന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും നടത്തിയ പുതുയുഗ യാത്ര, അതിനകത്ത് ഞങ്ങൾ കിട്ടിയ ആവേശം, തീർച്ചയായിട്ടും ആ ആവേശം പറഞ്ഞല്ലോ. ആ പുതുയുഗ യാത്രയുടെ തുടക്കത്തിലാണ് ഈ വിസ്മയം എന്നൊരു വാക്ക് കേരള രാഷ്ട്രീയത്തിന് പ്രതിപക്ഷ നേതാവ് സമ്മാനിച്ചത്. വിസ്മയങ്ങൾ ഉണ്ടാകും കേരളത്തിലുടനീളം. ശരിയാണ്, ചിലയിടങ്ങളിൽ വിസ്മയങ്ങൾ ഉണ്ടായി, അത് സമ്മതിക്കുക തന്നെ വേണം. പക്ഷെ അത് ഏത് പാർട്ടിയിലാണ് കൂടുതൽ ഉണ്ടായതെന്നൊരു ആത്മപരിശോധന വേണ്ടേ? നോക്കൂ, KPCC അധ്യക്ഷൻ, നിങ്ങളുടെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന്റെ സഹോദരൻ ഷാജി വി ജോസഫ് തളിപ്പറമ്പിൽ ഇന്ന് കേട്ട വാർത്ത എന്താണ്? KPCC അംഗം കൊയ്യം ജനാർദ്ദനൻ വിമത സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ നിൽക്കുന്നു. അമ്പലപ്പുഴയിൽ KPCC ജനറൽ
സെക്രട്ടറിയായ MJ ജോബ് ഇപ്പോൾ എവിടെയാണ്? കുട്ടനാട് DCC സെക്രട്ടറിയായ സജി ജോസഫ് എവിടെയാണ്? തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS നുസൂർ ഉണ്ട്. ചിറയൻകീഴിൽ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ UDFന്റെ സ്ഥാനാർത്ഥിയായ BS അനൂപ് ഉണ്ട്. അടൂർ നഗരസഭയുടെ മുൻ ചെയർമാനായ ബാബു ദിവാകരൻ, KPCC മുൻ ജനറൽ സെക്രട്ടറി വത്സന പ്രസന്നകുമാർ, മഹിളാ കോൺഗ്രസ് നേതാവ് കൊട്ടാരക്കരയിലെ നിങ്ങളുടെ പഴയ സ്ഥാനാർത്ഥി R രശ്മി, മുൻ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, പാലക്കാട് DCC ജനറൽ സെക്രട്ടറി KC പ്രീത്. ഇതൊരു ചെറിയ പട്ടികയാണോ റജിൽ? ശ്രീമതി ആര്യ, ഞാനൊരു കാര്യം, തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാവർക്കും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവിക ആ ആഗ്രഹമുള്ള എല്ലാവരെയും പരിഗണിക്കുന്നില്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ സംഘടനാ രീതിയും വിജയസാധ്യതയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ളത്. അതിൽ അസ്വസ്ഥരായ ആളുകൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മോഹഭംഗം കൊണ്ട് പാർട്ടി വിടുകയോ പാർട്ടിക്കെതിരായി പറയുകയോ ചെയ്യാറുണ്ട്. അത് ഈ സമയത്ത് മാത്രമല്ല, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമാണ്. ഇപ്പോൾ CPM എന്ന് പറയുന്നൊരു പാർട്ടി നിങ്ങൾക്കറിയാലോ എത്ര ശക്തമായൊരു പാർട്ടിയാണ്. ഇപ്പോൾ തളിപ്പറമ്പ് ഉൾപ്പെടെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തളിപ്പറമ്പിൽ CPMന്റെ ഏരിയ സെക്രട്ടറി അല്ല അങ്ങനെയല്ല. ഞങ്ങൾ ശക്തമായ പാർട്ടിയാണ്, ഞങ്ങൾ വലിയ ജനാധിപത്യ പാർട്ടിയാണ്. CPM അങ്ങനെയല്ല. സംഘടനാപരമായി അവർ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന പോളിറ്റ് ബ്യൂറോ വരെ എത്തി ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിനെതിരായി ആരും നിൽക്കാറില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വന്നത്? കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂർ പാർട്ടി കോട്ടയിൽ ഏരിയ സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ എങ്ങനെ സ്ഥാനാർത്ഥിയായി വന്നത്? ഐഷ പൂറ്റി എങ്ങനെയാണ് വന്നത്? G സുധാകരൻ എങ്ങനെയാണ് വന്നത്? ശശി എങ്ങനെയാണ് വന്നത്? അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും ആ പാർട്ടിക്കകത്ത് രാജിവെച്ച് വരിക. ഇപ്പൊ രണ്ടാം ഘട്ട പട്ടിക വന്നപ്പോഴും നിങ്ങൾ പയ്യന്നൂരും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയും ഒഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അവിടെ അമ്പലപ്പുഴയിൽ നിങ്ങൾ G സുധാകരന് പിന്തുണ കൊടുക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയല്ലേ? തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിൻ്റെ രീതി അത് ജയിക്കാൻ തക്ക രൂപത്തിലേക്ക് അമ്പലപ്പുഴ ഉൾപ്പെടെ, പ്രത്യേകിച്ച് പയ്യന്നൂർ ഉൾപ്പെടെ, തളിപ്പറമ്പ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞങ്ങളുമായി പിന്നെ ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് G സുധാകരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേട്ടിട്ട് ഞാൻ റജിലിലേക്ക് തന്നെ വരും. അത് കാരണം വ്യാമോഹം തൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ല താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്. സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയും കൊണ്ടാണ്. ഇവിടെ താൻ PWD മിനിസ്റ്റർക്കാണ് അതിന് ഉത്തരവാദിത്തം, വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിൻ്റെ അല്ല എല്ലാം. സർക്കാരിൻ്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് ഇത് വെറുതെ. സർക്കാർ എന്താണെന്ന് ചോദിച്ചാൽ താനും തന്റെ ഭാര്യയുമാണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന നേതാവിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കാൻ പോകുന്നത് അമ്പലപ്പുഴയിൽ. ഹലോ, കോൾ കട്ടായി. ഹലോ റജിൽ കേൾക്കാമോ? ശരി, റജിലിന് അതിന് മറുപടി പറയാനുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. റജിലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശ്രീ KS അരുൺകുമാർ, പിന്നെ G സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും അന്ന് വിസ്മയിപ്പിച്ചു. അത് കഴിഞ്ഞ് K സുധാകരനെ അനുനയിപ്പിക്കാൻ, കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത് വലിയൊരു പോസിറ്റീവ് ഘടകമാണ്. അത് മാത്രമല്ല, ഈ നിമിഷം ഇപ്പോൾ കേൾക്കുന്നത് തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണ് അറിയില്ല. വള്ളിക്കുന്നിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് അറിയില്ല. പിന്നെ ഇപ്പോൾ താനൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആരാണ് അറിയില്ല. അതെന്തുകൊണ്ടാണ് ആദ്യ മണിക്കൂറിൽ പട്ടിക പ്രഖ്യാപിച്ചിട്ടും 4 ഇടങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വിയർക്കുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെ കേട്ടിരിക്കുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതെല്ലാം അതെല്ലാം വലിയ തട്ടിപ്പാണ് എന്ന രൂപത്തിൽ കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം ചർച്ചയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിക്കുന്നത് വളരെ സ്നേഹത്തോടെ ഞാൻ കേട്ടിരിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപത്താണ്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ഒരു 3 ദിവസം മുമ്പ് വരെ പത്തനംതിട്ടയിലെ കോൺഗ്രസിൻ്റെ DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ബാബു ദിവാകരനാണ്. അന്നേ ദിവസം രാവിലെ അദ്ദേഹം പറഞ്ഞു മരിച്ചാലും കോൺഗ്രസ് വിടില്ല എന്ന് പറഞ്ഞു. ഉച്ചയോടുകൂടി അദ്ദേഹം നേരെ പോയി BJPയിൽ ചേർന്ന് NDAയുടെ ഭാഗമായിട്ട് മാറി. ഇപ്പോൾ ഇവിടെ 2020 അലോട്ട് ചെയ്ത സീറ്റിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഒന്നെടുത്ത് നോക്കിയേ, താങ്കൾ ചോദിച്ചു വിസ്മയത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടിയും നമ്മൾ കേട്ടു.
എവിടെയാണ് വിസ്മയം നടന്നത്? ഏത് പാർട്ടിയിൽ നിന്നാണ് ഇപ്പൊ പോയി കോൺഗ്രസിന്റെ മുൻകാല ഞാൻ പറയുന്നത് അങ്ങനെ ഇപ്പൊ രണ്ടുപേർക്കും പറയാനുണ്ട്. നാട്ടികയിലെ നിങ്ങളുടെ MLA എവിടെ? നാട്ടികയിലെ നിങ്ങളുടെ MLA എവിടെ? നാട്ടിക MLA മുകുന്ദൻ, നാട്ടിക MLA മുകുന്ദൻ ഏത് പാർട്ടിയുടെ MLA? നാട്ടിക MLA മുകുന്ദൻ MLA ആയിട്ടാണ് മത്സരിക്കുന്നത് BJP സ്ഥാനാർത്ഥിയായിട്ട്. അതാദ്യം പറ. നാട്ടിക MLA മുകുന്ദൻ അദ്ദേഹം ആളാണ്, BJP സ്ഥാനാർത്ഥിയായത്. അല്ല ഞാൻ അങ്ങനെ ഡൽഹിയിലേക്ക് വിളിച്ചു. ശരി, നമ്മൾ അതൊക്കെ കണ്ടതാണ്. കോൺഗ്രസിൽ പോയ താങ്കൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലായി. രജിൽ, ഞാൻ ചോദിക്കുന്നുണ്ട് അരുണിനോട്. ഞാൻ ചോദിച്ചത് ഇപ്പം BJPയിലേക്ക് പോയ ആളുകളുടെ പറയുകയാണെങ്കിൽ നമ്മൾ CC മുകുന്ദന്റെ കാര്യം പറയണം. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു വിഷയമില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ 10 മിനിറ്റോളം ഒരു ചോദ്യവും ചോദിക്കാൻ ഞാൻ കേട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഒരു ചർച്ചയുടെ സാമാന്യ മര്യാദ പാലിക്കാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ആദ്യം പറയുക. 2 ആങ്കർ വേണ്ട ഈ ചർച്ചയിൽ, 1 ആങ്കർ മതി. ഇപ്പൊ CC മുകുന്ദൻ CPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തവണ MLA ആയ ആളാണ്. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. 2 വർഷം ടേം ആയവരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോകാനും ചാടിയെടുക്കാനും ചർച്ച നടത്തിയതും മുകുന്ദൻ ഒരു ടേമേ ആയിട്ടുള്ളൂ. ടേം വ്യവസ്ഥ CC മുകുന്ദന് ബാധകമല്ല. സോറി ഒറ്റ ടൈം. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ഏതായാലും 2 ടേമോ 3 ടേമോ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് CPI ആണല്ലോ. അദ്ദേഹത്തിന് വാഗ്ദാനങ്ങൾ കൊടുത്ത് കോൺഗ്രസ് ചാടിച്ചതും ഡൽഹിക്ക് കൊണ്ടുപോയതും ചർച്ച നടത്തിയതും അവസാനം അദ്ദേഹത്തെ ചതിച്ചതും പിന്നീട് അദ്ദേഹം BJP പോയതൊക്കെ ഉണ്ട്. ഞങ്ങൾ ആരും ന്യായീകരിക്കാനൊന്നും പോകില്ല. അങ്ങനെ പോണവർ പോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ ടെൻഷനൊന്നുമല്ല. ഇപ്പോൾ ഐഷ പോറ്റി ജീവിതത്തിന്റെ 1/3 കാലഘട്ടം ജനപ്രതിനിധിയായിരുന്നു. 4 വർഷം MLA ആയിരുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. 20 കൊല്ലത്തോളം അധികം ജനപ്രതിനിധിയായിരുന്നു. അവർ രാഷ്ട്രീയത്തിൽ വിശ്രമമെടുത്ത് അത് റിട്ടയർമെന്റ് പ്രായം പോലെ റിട്ടയറായി 3-4 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ അതേ കോൺഗ്രസിൽ ചേർന്ന് മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ അതേ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മിയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അവർക്ക് കോൺഗ്രസ് വിടാനുണ്ടായിട്ടുള്ള സാഹചര്യവും BJP സ്ഥാനാർത്ഥിയായതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം അമ്പലപ്പുഴയിലോ 75 വയസ്സ് പൂർത്തീകരിച്ച് നിരവധി തവണ മന്ത്രി, നിരവധി തവണ MLA, മറ്റു സ്ഥാനങ്ങൾ വഹിച്ച ഒരു വെറ്ററൻ ലീഡർ റിട്ടയർ ആയി കഴിഞ്ഞു. വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. ഇന്നും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, 3 തവണ ഫോൺ വിളിച്ചു. അന്നേരം സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൃത്യമായി ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ തളിപ്പറമ്പില് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അന്നേരം ഒരു ഒബ്ജക്ഷൻ ഇല്ല. തന്റെ പേര് സ്വയം പറഞ്ഞു, അതിന് സ്വീകാര്യത കിട്ടിയില്ല, സ്ഥാനാർത്ഥി വന്നു. പിന്നീട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകുകയാണ്. അപ്പൊ ഇതൊക്കെ വിസ്മയമാണെങ്കിൽ വിസ്മയം ആയിക്കോട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. പക്ഷേ 2 ദിവസമായിട്ട് യൂത്ത് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച നിരവധി നേതാക്കന്മാരെ പാലക്കാട് BJPയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ BJP കാണുന്നത്. ഇത്തവണ അവരുടെ കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം ഇതിനു മുൻപ് ഷാഫി പറമ്പിലിനെതിരെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്താണ് നിങ്ങൾ CPM എന്ന പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയത്. NN കൃഷ്ണദാസ് ആയിരുന്നു അന്ന് CPMന് വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവിടെ സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടാണോ പാലക്കാട്? ഇപ്പോൾ അത് ഡീലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും നിങ്ങൾ? അല്ല, ഇപ്പൊ ലാസ്റ്റ് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റുകൾ പാർട്ടി മെമ്പർമാരാണെങ്കിൽ അവർ പാർട്ടി ചിഹ്നത്തിൽ മൽസരിക്കും. പാർട്ടി മെമ്പർമാരല്ലേ പൊതു ചിഹ്നത്തിൽ മത്സരിക്കും. ചിലപ്പോൾ കൂടുതൽ വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന പൊതുസമ്മതരായിട്ടുള്ള പേരിലേക്ക് എത്തിയത് പാലക്കാട് ടഫ് ഫൈറ്റ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിയർത്ത മണ്ഡലമാണ്. ശ്രീധരനായിട്ട് മത്സരിച്ച സമയത്ത് ഒന്ന് രക്ഷപ്പെട്ടു പോന്നു ഷാഫി എന്ന നിലയിലാണ്. രാഹുൽ വന്നപ്പോൾ സ്ഥിതി മാറി. എന്നാലും BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. അവിടേക്ക് ശോഭാ സുരേന്ദ്രനെ പോലെ വലിയൊരു കാൻഡിഡേറ്റിനെ BJP വെക്കുമ്പോൾ, രമേശ് പിഷാരടിനെ കോൺഗ്രസ് വെക്കുമ്പോൾ രാഷ്ട്രീയം മാറ്റി നിൽക്കും. അപ്പോൾ അവിടെ CPMന് എന്തുകൊണ്ട് മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് നേതാവില്ലാതിട്ടാണോ? P സരിനുണ്ട്, PM മാർഷോയുണ്ട്. അല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ ആര് വേണമെന്ന് തീരുമാനിക്കാൻ അതിനുള്ള അധികാരം CPMന് വിട്. ഒരു പൊതു സ്വതന്ത്രരെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പൊതു സ്വതന്ത്രർ വിജയിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ആകർഷകമായിട്ടുള്ള വിജയം നേടിയ എത്രയോ പൊതു സ്വതന്ത്രർ CPMന്റെ പാനലിൽ മത്സരിച്ചിട്ടുണ്ട്. 57 ആദ്യത്തെ ഗവൺമെന്റ് വരുമ്പോൾ തന്നെ പൊതു സ്വതന്ത്രരായിരുന്നല്ലോ കൂടുതൽ പേർ മത്സരിച്ചത്. അതുകൊണ്ട് ആരെങ്കിലും അത് ഡീലാന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞു.
പക്ഷേ കൊച്ചിയിൽ കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികൾ അടിച്ച പോസ്റ്റർ അവിടെ തന്നെ ഇരിക്കുക. ദീപ്തി, മേരി വർഗീസ് എല്ലാം ദീപ്തം എന്ന് പറഞ്ഞ് അടിച്ച ലക്ഷക്കണക്കിന് പോസ്റ്ററും ബോർഡും BOT പാലത്തിന്റെ വലതുവശത്ത് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അജയ് തറയിൽ അടിച്ച 2000-ലധികം ആയിക്കോട്ടെ, എന്താ അജയ് തറയിൽ അടിച്ച പോസ്റ്ററും ബോർഡിനെ കുറിച്ച് നിങ്ങളുടെ ചാനൽ അടക്കമല്ലേ വാർത്ത കൊടുത്തത്, നിരവധി ചാനലുകളല്ലേ വാർത്ത കൊടുത്തത്. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കൺസേൺ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആകർഷകമായിട്ടുള്ള വിജയം ഉറപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വലിയ സ്വീകാര്യത ഈ ഗവൺമെന്റിന് കിട്ടുകയാണ്. കാരണം ഈ ഭരണ നേട്ടങ്ങൾക്ക് തുടർച്ച വേണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും, അതുപോലെ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല, അതുപോലെ വിഴിഞ്ഞം കപ്പൽ പോയിട്ട് ബോട്ട് പോലും ഇറക്കാൻ അനുവദിക്കില്ല, നടക്കില്ല, ദേശീയപാത കമ്മീഷൻ ചെയ്യാൻ കഴിയില്ല, തീരദേശ ഹൈവേ, മലയോര ഹൈവേ എന്ത് വന്നാലും ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ UDF അധികാരത്തിൽ വന്നാൽ ഈ കേരളം കണ്ട വികസന പ്രവർത്തനങ്ങളുടെ മഹാമാതൃക എന്നേക്കുമായി അവസാനിക്കും എന്ന് ബോധ്യമുള്ള കോടിക്കണക്കിന് ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭവന സന്ദർശനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സ്വീകാര്യതയോടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം വേണം എന്ന് തന്നെ പറയുക. അതുകൊണ്ട് തമ്മിലടിക്കുന്നവരും റോട്ടിൽ ഏറ്റുമുട്ടുന്നവരും ഒരേ മണ്ഡലത്തിൽ നിരവധി പോസ്റ്ററും നോട്ടീസും അടിച്ച UDFന്റെ നിരവധി സ്ഥാനാർത്ഥികളും ജോസഫ് വാഴക്കാണ്. ഞാൻ അരുണിലേക്ക് മടങ്ങി വരാം. BJPയുടെ പ്രതിനിധിയിലേക്ക് വരുന്നതിന് മുൻപ് BJPയുടെ പ്രതിനിധിയായി കൊടുങ്ങല്ലൂരിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം ഇന്നൊരു റീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. ശ്രീ അബ്ദുൾ സലാം, ഇത് കേരള നിയമസഭയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ്, അമ്പല കമ്മിറ്റിയിലേക്കല്ലല്ലോ? അതെന്താ സംശയം? നമ്മളെ ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ഏതാണ്ട് 3.6 കോടി ജനങ്ങൾ, 55% ഹിന്ദുക്കൾ, 27% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ, ഓരോ വിശ്വാസ ഗ്രൂപ്പുണ്ട്. അവർക്ക് അവരുടേതായ വൈവിധ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. വ്യക്തികൾ അവരുടെ ആഗ്രഹമനുസരിച്ച് ആഗ്രഹം പ്രകടിപ്പിക്കും. അത് സ്വാഭാവികമാണ്. അതെല്ലാം പാർട്ടിയുടെ സ്വഭാവമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും എന്ത് കാട്ടിക്കൂട്ടിയാലും അയാൾ ഇന്നയുടെ പാർട്ടിയിൽപ്പെട്ട ആളാണ്, അത് പാർട്ടിയുടെ സ്വഭാവമാണ്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണെന്ന് താങ്കൾ സമ്മതിക്കുകയാണ്? അത്രയും മതി എനിക്ക്. എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണ് B ഗോപാലകൃഷ്ണൻ താങ്കൾ സമ്മതിക്കുകയാണ്? ഞാൻ പറഞ്ഞു അത് എൻ്റെ വായിലോട്ട് തിരുകാതെ ഞാൻ പറഞ്ഞൊരു ജനറൽ സത്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പം അത് ശരി, അത് വ്യക്തിയുടെ അഭിപ്രായമായി നമ്മൾ താങ്കൾ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. BJPയുടെ പ്രതിനിധിയാണ്, BJPയുടെ സ്ഥാനാർത്ഥിയാണ്, ജയിച്ചാൽ BJPയുടെ MLA ആണ്. അപ്പം അതൊരൊറ്റ വ്യക്തി എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ മാത്രമല്ല ഒരു പല പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഇപ്പം മതം, ഹിന്ദു MLA എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും വർഷക്കാലമായിട്ട് ഇവിടെ വിജ്ഞാപനം വന്നാൽ മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്. ആ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ കൃത്യമായി 300 പേജുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞ ആ പേജിൽ കൃത്യമായി മതം പറഞ്ഞോ, അമ്പലങ്ങളിലോ അതിപ്പോ പള്ളിയാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ഈ ആരാധനാലയങ്ങളെ ഒരു പ്രചാരണ വിഷയമാക്കരുത്. അത് തെറ്റാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ചും മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചും അത് നിയമലംഘനമാണ്. അതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ചെയ്തിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങൾക്ക് 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയുണ്ട്. ഓരോ പാർട്ടിക്കുണ്ട്. അവരെ ആരെങ്കിലും ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ വ്യക്തിപരമായ ഒരു ആഗ്രഹം പറയുന്നു എന്ന് കരുതി നിങ്ങളത് ആ പാർട്ടിക്ക് മൊത്തം അങ്ങ് ചേർത്തി കൊടുക്കരുത്. അത് ശരിയായ കാര്യമല്ല. നിങ്ങൾ അവിടെ നിൽക്കൂ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാലെന്ന് പറയുന്നത് യു സ്റ്റോപ്പ് ദെയർ ആൻഡ് അലോ മീ ടു ടോക്ക്. നമ്മുടെ പാർട്ടിയെ പറ്റി നിങ്ങൾ കണ്ണുമടച്ച് ചെളിവാരി തേക്കുന്നത് ശരിയല്ല. പാർട്ടിക്കൊരു വർക്കിംഗ് ഫിലോസഫി ഉണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള എല്ലാവരും
ഒന്നാണ്, ഒരു ജാതിയാണ്, ഒരു മതമാണ്, നേഷനാണ്. BJPയുടെ മതവും ജാതിയും മതവും ഒക്കെ രാഷ്ട്രമാണ്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തതെന്ന് ചോദിച്ച് പലരും അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ചോദ്യം. അതിനെ നിങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൊത്തത്തിൽ അഭിപ്രായമായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആയിക്കോട്ടെ, അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അഭിപ്രായമായി നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതല്ല BJPയുടെ നയമെങ്കിൽ, അത് B. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ അഭിപ്രായമാണെങ്കിൽ BJP ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തെ തിരുത്തുമോ? അതൊക്കെ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാർട്ടിക്ക് ദോഷം വരുത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ തിരുത്തും. അതൊന്നും സംശയമൊന്നുമില്ല. ഒരു ഇലക്ഷൻ ക്യാമ്പയിനിൽ നിന്ന്, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മൊത്തത്തിൽ നമ്മുടെ രാജ്യം മൊത്തം ഒരു പാർട്ടിയുടെ തലയിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നത് ഒരു പാർട്ടിയോടും, കമ്മ്യൂണിസ്റ്റ് ആയാലും അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തിരുത്തുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ അത് തെറ്റാണ്, തിരുത്താൻ മെക്കാനിസം ശരിയായിട്ടാണോ തോന്നിയത്? നിങ്ങൾ വായിച്ച് നിങ്ങളെ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ മേലായിരുന്നു. നിങ്ങളിതിൻ്റെ കിളക്കിളാന്നൊരു എനിക്കൊരു ശബ്ദം കേട്ടല്ല. ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ടു മീ. നിങ്ങൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ താങ്കൾക്ക് ഒന്നുകൂടി ക്ലിയറായി കേൾപ്പിച്ചു തരാം. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഇടതും വലതും ഒരു ഹിന്ദു MLA ഗുരുവായൂരിൽ നിന്ന് നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു അമ്പലത്തിന് മുന്നിൽ നിന്ന് പറയുന്നത്. തെറ്റാണോ ശരിയാണോ? ഒരാൾ പറയണതിനൊക്കെ തെറ്റും ശരിയും പറയാൻ ഒരു വ്യക്തി എന്നുള്ളതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 15 കോടി അംഗങ്ങളിൽ ഒരാളാണ് ഞാൻ. ഓരോരുത്തരും പറയുന്നത് തെറ്റ് ശരിയെന്ന് വിധിക്കുന്നത് ശരിയല്ല, അങ്ങനെ പാടില്ല, അതിനെനിക്ക് താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് കാണുന്നു, ഞാനത് കാണുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഒരു ജാതിയുടെ പാർട്ടിയല്ല, ഒരു മതത്തിൻ്റെ പാർട്ടിയല്ല. എന്നാൽ BJPക്ക് ഒരു ജാതിയുണ്ട്. എന്താണ്? രാഷ്ട്രമാണ് ജാതി. ഒരു മതമുണ്ട്, അത് രാഷ്ട്രമാണ്. ഒരു വിശ്വാസമുണ്ട്, അത് രാഷ്ട്രമാണ്. ഒരു വിശ്വാസമുണ്ട്, അത് രാഷ്ട്രമാണ്. അതിലുള്ള 146 കോടി ഉണ്ടെന്ന് പറയുന്ന എല്ലാവരും ഭാരതീയരാണ്, ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ എന്നും പറയുന്നത് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരും അഭിപ്രായം എടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സബ്കാ വികാസ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് B. ഗോപാലകൃഷ്ണൻ കേൾക്കാതെ പോയതായിരിക്കുമോ? അതൊക്കെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. നിങ്ങൾ ഇതൊന്നും എന്നോട് ചോദിക്കരുത്. അദ്ദേഹത്തെ കുറ്റം പറയാനും കുറ്റവിചാരണ ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ 140 കാൻഡിഡേറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള 15 കോടിയോളം അംഗങ്ങളും അവരുടെ അഭിപ്രായം ഓരോന്നിലും പറയും. അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന മെക്കാനിസം പാർട്ടി. ഞാൻ ആദ്യം ഇത് അമ്പല കമ്മിറ്റിയിലേക്കോ ഇത് മഹല്ല് കമ്മിറ്റിയിലേക്കോ അല്ലല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് നിയമസഭയിലേക്കല്ലേ. നമ്മുടെ എല്ലാവരുടെയും MLA-മാരായും നമ്മുടെ എല്ലാവരുടെയും മന്ത്രിമാരായൊക്കെ വരേണ്ട ആളുകളല്ലേ. അപ്പൊ ഒരു ഹിന്ദു MLA എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു വർഗീയമായ ഭാഷയാണത്. ഈ അദ്ദേഹം പറഞ്ഞതിനെ പറ്റി അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടത് എന്താണ്, അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടെ വെളിയിൽ വന്നത് എന്താണ് എന്നൊക്കെ ശരിയായ ഒരു എക്സ്പ്ലനേഷൻ തരാൻ അദ്ദേഹത്തിന് കഴിയത്തുള്ളൂ. അതിന് നിങ്ങൾ ക്ലാരിറ്റി വേണം. യു ഷുഡ് ആസ്ക് ഹിം. ബട്ട് ഐ ക്യാൻ ഓൺലി സേ ഡോണ്ട് പുട്ട് എവറി ബ്ലെയിം ഓൺ ദ പാർട്ടി വിച്ച് ഈസ് നോട്ട് ദ പാർട്ടി ദാറ്റ് യു ആർ തിങ്കിങ്. ഇതിലൊരു പ്രശ്നം, ഇപ്പം വികസനമാണ് പ്രശ്നമെങ്കിൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് ദിവസേന 5 ലക്ഷം ലിറ്റർ കുടിവെള്ളം അത് ഉറപ്പാക്കിയത് KV അബ്ദുൽ ഖാദർ MLA ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഗുരുവായൂരിലേക്ക് എത്തുന്ന ഭക്തർക്ക് യാത്രാ പരിമിതി ഉണ്ടായ സമയത്ത് അവിടെ മേൽപ്പാലം ഒരുക്കി, അഴുക്കുചാൽ പദ്ധതി ഇറക്കി മാലിന്യ വിമുക്തമാക്കാൻ വേണ്ടി. അങ്ങനെ പദ്ധതികൾ നടപ്പാക്കാതെ ഇരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹിന്ദു MLA വന്നാൽ വികസനം നമുക്ക് പറയാം,
അവിടെ പദ്ധതികൾ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പറയാം. ഇതൊരു ക്ഷേത്രത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ഹിന്ദു MLA ഇല്ല എന്ന് പറയുന്നത് അത് BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അതാണോ BJPയുടെ ആശയം? ഇത് വീണ്ടും നിങ്ങൾ BJPയുടെ ആശയം എന്ന് പറഞ്ഞാൽ BJPയുടെ ആശയമല്ല, ഒരു കാൻഡിഡേറ്റിൻ്റെ ചിന്തയിൽ വന്ന ഒരാശയമായിരിക്കുക. അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് അനലൈസ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആണ്. പിന്നെ നിങ്ങൾ പറയുന്നു ഒരു അബ്ദുൽ ഖാദർ കൊണ്ടുവന്നു. വൈ ഡു യു സേ ഓൾ ദീസ് തിങ്സ്? യു ട്രൈ ടു സേ നമ്മുടെ വേറെ ഒരു MLA കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോരെ. അത് മതത്തിന്റെ പേര് ചേർത്ത് പറയുന്നത് എന്തിനാണ്? അതിന് നിയോഗിക്കപ്പെട്ടു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അബ്ദുൽ ഖാദർ ഒരു MLA കൊണ്ടുവന്നു. MLAയുടെ പേര് പതായതിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ ഹിന്ദു MLA മുസ്ലിം അത് MLAയുടെ പേരാണത്. നിങ്ങളെ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു വരണം. അതാണ് ഇൻഡയറക്ട്ലി യു ആർ ടോക്കിംഗ്. ഞാൻ ഇൻഡയറക്റ്റ് ആണെന്ന് നിങ്ങൾ ആരോപിക്കുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഡയറക്റ്റ് ആയിട്ട് ആരോപിക്കുന്നു. ഏതാണ് മോശം? അല്ലല്ല, ഞാൻ കൃത്യമായി പറഞ്ഞു MLAയുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ഒരു MLA എന്താണ് കൊണ്ടുവന്ന വികസനം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇൻഡയറക്റ്റ് ആയി പറയുന്നു എന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയി നിങ്ങളുടെ സ്ഥാനാർത്ഥി പറയുന്നതിന് മറുപടിയുമില്ല. ഇല്ല, അത് ഞാനല്ല പറയേണ്ടതെന്നാ പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. എന്താണ് അതിന്റെ കോൺടെസ്റ്റ്, എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം ഹിന്ദു വർഗീയവാദം നടത്തുകയാണോ എന്നുള്ളതിന്റെ ക്ലാരിറ്റി അദ്ദേഹത്തിനോട് കൊടുക്കണം. അല്ല നിങ്ങൾ അതിനടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയിലെ ആള്, നിങ്ങളുടെ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പാർട്ടിയുടേതെന്നൊക്കെ പറയരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ശരി, നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. തിരികെ സ്വാഗതം. റിജിൽ, നേരത്തെ G. സുധാകരന്റെ പ്രതികരണം ഞാൻ കേൾപ്പിച്ചത് റിജിൽ കേട്ടിരുന്നോ? ഒന്നും കൂടി കേൾപ്പിക്കണോ? ഞാൻ ആ സമയത്ത് ഫോണിന്റെ കോൾ കട്ടായി. എനിക്ക് തോന്നിയ ഞാൻ ചോദിച്ചത് കേട്ടില്ല. G. സുധാകരന്റെ ആ പ്രതികരണം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്ന് കേട്ടിട്ട് ഞാൻ റിജിലേക്ക് വരാം. അത് കാരണം വ്യാമോഹം തൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ല താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്. സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയുമുണ്ടാണ്. ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്ന സർക്കാർ എന്തുവാ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണോ കോൺഗ്രസ് അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കുന്നത്? ശ്രീ G. സുധാകരനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട്, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുന്നതൊക്കെ ഈ നാടിനറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ പാർട്ടിയിലുള്ള സമയത്തും അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടൊന്നും നിങ്ങൾ അദ്ദേഹത്തെ അളക്കാൻ പാടില്ല. അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ആ പ്രിയപ്പെട്ട G. സുധാകരനെ ഇത്തവണ എന്തായാലും ആ ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ട് G. സുധാകരനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോക്കെ ശൈലി ഉണ്ടല്ലോ, ആ ശൈലി വെച്ച് പറയുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ തർക്കിക്കണ്ട. ഇവിടെ ചർച്ച അതിനേക്കാളും അപ്പുറത്തേക്കുള്ള വിഷയം. ഇവിടെ BJPയുടെ വക്താവായ ആൾ പറയാണ് ഒരു കൃത്യമായ ഒരു സ്ഥാനാർത്ഥി ഒരു വർഗീയത പറഞ്ഞിട്ട് അയാൾ BJPയുടെ വക്താവാണ്, BJPയുടെ സംസ്ഥാന നേതാവാണ്, വൈസ് പ്രസിഡന്റ് അംഗമാണ്. അയാളാണ് ഇത്രയും പച്ചക്ക് വർഗീയത പറ്റത് അയാളുടെ അഭിപ്രായം എന്ന് പറയുന്നത്. വക്താവ് പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വീണെടുത്ത് ഉരുളാൻ പാടുന്നത്? നിങ്ങൾ ഒരിക്കലും ഒരു മത പാർട്ടിയാണ്, ഒരു വർഗീയ പാർട്ടിയാണ്. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പാർട്ടിയാണ്. ആ ഭിന്നിപ്പിക്കുന്നതിൻ്റെ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷം കലക്കാൻ പോകുന്നതിൻ്റെ അകത്ത് ചാടിപ്പോയ ഒരാളാണ് ഈ വക്താവ് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അതിങ്ങനെ പറയാൻ പറ്റാതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഒരിക്കൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പാടില്ലാത്തതാണ്. ഒരു സ്ഥാനാർത്ഥി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല, ആ സ്ഥാനാർത്ഥിയാണ് ആൾ നോക്കുന്നത്. ആ ഒരു പള്ളി ഉണ്ടായതുകൊണ്ട് അവിടെ മുസ്ലിം, ഒരു അമ്പലം ഉണ്ടായതുകൊണ്ട് ഹിന്ദു, അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് വൃത്തികേടാണ് പറഞ്ഞിട്ട് അത് അയാളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് BJPയുടെ അഭിപ്രായമാണ്. കാക്ക വിളിച്ചാൽ കൊക്കാവില്ല. BJP ഒരിക്കലും ഈ വർഗീയത പറയുന്നതിനകത്ത് ഒരു മാറ്റവും ഇല്ലാത്ത പാർട്ടിയാണ്, നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് അക്കാര്യത്തെ മറുപടി അതാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചു, എന്റെ ചോദ്യം അതായിരുന്നില്ല. പോട്ടെ, വാമനപുരത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിച്ചത്? വാമനപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തീരുമാനിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതിയാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും പുലഭ്യം പറഞ്ഞ് പോകുന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? അമോഹഭംഗമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയും. സുധീഷ പാലോട് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവിടെ ജില്ലാ പഞ്ചായത്തിൽ അവർ CPMൻ്റെ കോട്ടയിൽ ജയിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ കൂടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി അനവധി സമര പോരാട്ടങ്ങൾ നടത്തി ജയിലിൽ കിടന്ന് നിരവധിയായ പോരാട്ടം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ചെറുപ്പക്കാരനെ പാർട്ടി വന്നതിന് ശേഷം തന്നെ രജിൽ നമ്മൾ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും മുന്നണി മാറ്റവും കൂടുമാറ്റവും ഒക്കെ കണ്ടു. പക്ഷേ ഈ കൂടുമാറി ആരും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് SDPI പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു ആരോപണം, ഒരാളുടെ സീറ്റ് കിട്ടാത്തതിനെ കൊണ്ട് പലർക്കും പല പരിഭവങ്ങളുണ്ട്. പാർട്ടി വിട്ടു പോയവരുണ്ട്, വിമതരായി മത്സരിക്കുന്നവരുണ്ട്. പക്ഷേ NS നുസൂർ എന്താണ് പറഞ്ഞത്?
സുധീർ ഷാ പാലോടിനെ എന്തുകൊണ്ട് കോൺഗ്രസ്, അത് നമുക്ക് ആ പ്രതികരണം തന്നെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ റജിലേക്ക് വരാം. ഒരു SDPIയുടെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച്, ആവശ്യമനുസരിച്ച്, അവരുടെ പിടിവാശി അനുസരിച്ച്, SDPI നേതൃത്വം പറഞ്ഞതനുസരിച്ച് ആ സ്ഥാനാർത്ഥിയെ രാഖി രാമാനം പാലോട് രവി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ വെട്ടിമാറ്റി മറ്റ് 2 നേതാക്കളും പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ നിലനിൽക്കുമ്പോൾ തന്നെ പാലോട് രവിയെ മാറ്റി പകരം SDPIയുടെ പിന്തുണ കിട്ടുമെന്നുള്ളതിന് പുറത്ത് SDPIയുടെ സ്ഥാനാർത്ഥി, SDPIയുടെ ഏറ്റവും വലിയ ശക്തമായി വാദിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? ഇത് ഗുരുതരമായ ഒരു ആരോപണമല്ലേ, ഇതിന് മറുപടി പറയണ്ടേ? ശ്രീ ആര്യ, ഞാൻ പറയട്ടെ, നുസൂർ കുറച്ച് കാലമായി പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ എതിരായി ജിഹുവായി നിൽക്കുന്ന ഒരാളാണ്. പാർട്ടിക്ക് അതിന് പുറത്താക്കപ്പെടുന്ന ഒരാളാണ്. അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പ് അയാൾ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു, പല സ്ഥലത്തും കിട്ടാത്തതിന്റെ മോഹഭംഗത്തിൽ പാർട്ടിക്കെതിരായിട്ടുള്ള പല പാർട്ടിക്കെതിരായി നിലപാട് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ നിലപാട് പറയുന്നതാണ് ഇക്കാലം മൊത്തം അയാളെ സഹിച്ചിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായി അയാൾ പാർട്ടി വിട്ടുവെന്നോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് നുസൂറിനെ പോലെ ആളുകൾ അയാൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ട് പുറത്താക്കപ്പെടുമല്ലോ. ഇത്തരത്തില് ഒരു സ്ഥാനാർത്ഥിക്കെതിരായി ഏറ്റവും നല്ല വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കെതിരായി കുറച്ചു കാലമായി പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു കാലമായിട്ട് ഇത് അറിഞ്ഞിട്ടും നടപടിയെടുത്തില്ല. പാർട്ടിക്കെതിരായി എന്നല്ല, ഞാൻ പാർട്ടിക്കകത്ത് ഞാൻ അങ്ങനെയല്ല, പാർട്ടി സംഘടനാ തത്വത്തിനെതിരായിട്ട് പല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് അയാൾ. അപ്പോൾ അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആഗ്രഹിച്ചിരുന്നു. സീറ്റ് അയാൾക്ക് കിട്ടിയിട്ടില്ല. അയാൾക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലാണ് അയാൾ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞെങ്കിൽ സുധീർ ഷാ പാലോട് എന്ന് പറയുന്നത് ഒരു SDPIക്കാരൻ്റെ പിന്തുണയിലും സുധീർ ഷാ പാലോട് സ്ഥാനാർത്ഥിയാക്കേണ്ട. സുധീർ ഷാ പാലോട് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. വിന്നബിലിറ്റി നോക്കിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. ഇയാൾക്ക് ആ സീറ്റിൽ കണ്ടുണ്ടായിരുന്നു, അയാളെ പരിഗണിച്ചില്ല. അപ്പോൾ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പോകുന്ന ആൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ പാലക്കാട് CPMന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ആള് പിണറായി വിജയന്റെ വീട്ടിനകത്ത് സെക്സ് റാക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ ആളല്ലേ കഴിഞ്ഞ തവണ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ തിരിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്? അത് സ്ഥാനാർത്ഥിത്വം കിട്ടാതിൻ്റെ പേര് എന്ത് കാര്യം പറഞ്ഞു മറുകണ്ഠം ചാടുന്നവർ ഇത്തരം അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങളല്ല പാർട്ടിയുടെ അഭിപ്രായം. സുധീർ ഷാ പാലോടിനെ അവിടുത്തെ പാർട്ടിയുടെ എല്ലാ തരത്തിലെ ഘടകങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അവിടെ സ്ഥാനാർത്ഥിയായത്. ആ സ്ഥാനാർത്ഥിയായതിൽ തനിക്ക് കിട്ടാൻ നിരാശയാണ്. ഓരോ ആളെ പരിഗണിക്കപ്പെടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പരിഗണിച്ചിട്ടുണ്ടാവും, എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് ഞാൻ പാർട്ടിയെ തള്ളി പറയാൻ പാടുണ്ടോ? അല്ലല്ലോ. അത് പാർട്ടി കൊച്ചിയിൽ ഷിയാസിന്റെയും ദീപ്തി മേരി വർഗീസിന്റെ 2 പേരുടെയും ഫ്ലെക്സും ബാനറുകളും പോസ്റ്ററുകളും നമ്മൾ കണ്ടു. എൽദോസിന് വേണ്ടിയുള്ള പ്രവർത്തകർ തെരുവിലിറങ്ങി. ജോസഫ് വാഴക്കൻ്റെത് വേറൊരു വിഷയം. അപ്പൊ ഇങ്ങനെ സ്ഥാനം കിട്ടാത്ത നിരവധി ആളുകളുണ്ട്. കോൺഗ്രസിലുമുണ്ട്, CPMലുണ്ട്, BJPയിലും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവരാരും ഈ രീതിയിലൊരു പരാമർശം നടത്തിയിട്ടില്ല. അതെ ആര്യ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് കുറേ ദിവസമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിങ്ങൾ കോൺഗ്രസിനകത്ത് കോലിട്ടിളക്കാൻ വരുന്നത്. നിങ്ങളുടെ ഒരുപാട് അജണ്ടയുണ്ട്. ആ അജണ്ടക്കകത്തൊന്നും ഇനി കേരള ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പറയും. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ തൃക്കാക്കര ബൈ-ഇലക്ഷൻ വരുമ്പോൾ അരുൺകുമാർ പോസ്റ്റർ അടിക്കാനും ആളെ ബുക്ക് ചെയ്യിക്കാനും അരുൺകുമാറിൻ്റെ പേര് വെക്കാൻ അരുൺകുമാർ തയ്യാറായിട്ടില്ലേ? അദ്ദേഹത്തിന് ആ സമയം സീറ്റ് കിട്ടിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ ഓരോ പാർട്ടിക്കും അതിന്റെ ഘടകങ്ങളുണ്ടാവും. അല്ലല്ല, അതൊരു അധിക്ഷേപമാണ്. അരുൺ പറഞ്ഞോ എനിക്ക് പകരം സ്ഥാനാർത്ഥിയായി നിർത്തിയാളെ SDPIയുടെ നോമിനിയാണെന്ന് അരുൺ പറഞ്ഞോ? റിജിൽ പറഞ്ഞില്ലല്ലോ. അല്ല, അരുണ് പറഞ്ഞത് അല്ലല്ല, ഞാൻ പറയുന്നത് അവിടെ പിന്നെ ദീപ്തി മേരി വർഗീസും ഞാൻ ചോദിച്ചത് നുസൂർ പറയുന്നത് നിങ്ങളുടെ വാമനപുരത്തെ സ്ഥാനാർത്ഥി SDPI നോമിനിയാണെന്നാണ് പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? അതാ ആര് പറഞ്ഞു? ഒരാൾ പാർട്ടിക്കകത്ത് പാർട്ടി വിടുമ്പോൾ എന്താ അഭിപ്രായം? ഇപ്പൊ CPMന്റെ പല നേതാക്കന്മാർ പറയുന്നുണ്ടല്ലോ പല കാര്യങ്ങളും. ഒരാൾ പാർട്ടി വിടുമ്പോൾ പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിക്കും. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ട് അതാണ് പാർട്ടിയുടെ അഭിപ്രായം. അങ്ങനെയാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? SDPIന്റെ പ്രവർത്തിച്ചവരാണോ? നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നത്? പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒരാളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിശ്ചയിച്ചിട്ട് അയാളെ കുറിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിക്കണോ? നിങ്ങൾ എന്ത് വർത്തമാനം പറയുന്നത്? സുധീർ ഷാ പാലോട് ഓടി വിളിച്ചു വന്നതാണോ? നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ ചുമ്മാ കുറെ ദിവസമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആര്യക്കാരുടെ ലക്ഷ്യം സ്ഥാനാർത്ഥികൾ ആരാണ് തീരുമാനിക്കുന്നത്? ഇന്നലെ വരെ നിങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞങ്ങളെ പാർട്ടി
അതെ, നിങ്ങൾ നോക്കണ്ടേ, ഞങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാ? യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഏതൊക്കെ SDPI കടമെടുത്ത സ്ഥാനാർത്ഥിയാണോ? നിങ്ങൾ അത് അന്വേഷിക്കണ്ടേ? ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നുസൂറിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ ആരോപണമാണ്. അത് കേട്ടിട്ടാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കൊണ്ട് സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണ്ടേ? അയാൾ ആരാന്ന് അന്വേഷിക്കണ്ടേ? അയാളുടെ പാർട്ടി പാരമ്പര്യം അന്വേഷിക്കണ്ടേ? അയാൾ ഈ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ കടന്ന് പോരാടി ജയിലിൽ കടന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സുധീഷ് പാലാട് ഞങ്ങളൊപ്പം പ്രവർത്തിച്ചവനാ. ആ തിരുവനന്തപുരം ജില്ലയിൽ നിരവധി സമരം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ആ ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് SDPIയുടെ പിന്തുണയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെയല്ലേ അതിന് ലോജിക്ക് മനസ്സിലാക്കണ്ടേ? അങ്ങനെ ഏതെങ്കിലും ഒരാളെ കടെടുത്തിട്ട് സ്ഥാനാർത്ഥിയാക്കിയതാണോ? CPM എടുക്കും പോലെ അല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയുള്ള ആളാണോ? ആരെങ്കിലും സ്ഥാനാർത്ഥിയായാലും ഇന്നയാള് അതാണോ നിലപാട്? സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങൾക്ക് ഇത്തവണയുണ്ട്. കടമെടുത്ത സ്ഥാനാർത്ഥി, അത്തരം ഒരു സ്ഥാനാർത്ഥികൾ പയ്യന്നൂർ പോലത്തെ സ്ഥലത്ത് CPMന്റെ കോട്ടയിൽ അത്തരം ഒരാൾ നിലവിൽ ഞങ്ങൾ പിന്തുണ കൊടുക്കുമല്ലോ. അങ്ങ് സ്വാഭാവിക LDF പിന്തുണ കൊടുക്കുന്നില്ലേ? അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കടമെടുത്ത് വന്ന ഒരു SDPI കടമെടുത്ത് വന്ന സ്ഥാനാർത്ഥിയാണെന്ന് അങ്ങനെ നിങ്ങൾക്ക് ആരോപണം ഉണ്ടോ സുധീഷ് പാലോടിനെ കുറിച്ചിട്ട്? ഒരു സ്ഥാനാർത്ഥിയെ അങ്ങനെ നിങ്ങളെ പോലത്തെ ആൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് അന്വേഷിക്കണ്ടേ? അയാൾ ആരാ നോക്കണ്ടേ? അയാൾ പാരമ്പര്യം നോക്കണ്ടേ? എന്നിട്ടല്ലേ നിങ്ങൾ പറയല് ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ ആരോപണം വെച്ച് അതാണോ ഏറ്റവും വലിയ പ്രശ്നം? മര്യാദ വേണ്ടേ കുറച്ചൊക്കെ? കൈരളി ചാനലല്ലോ, മാധവ ചാനൽ. ശ്രീ കെ സരുൺകുമാർ നുസൂറിന്റെ കാര്യം പറഞ്ഞു. ശരി, ശ്രീ കെ സരുൺകുമാർ, അബ്ദുറഹ്മാൻ എന്തുകൊണ്ടാണ് താനൂരിൽ മത്സരിക്കാൻ തയ്യാറാകാതെ? ഇപ്പം ആദ്യം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 4 മണിക്കാണ് വരുന്നത്. 4:30 CPI അവരുടെ സ്ഥാനാർത്ഥികളെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 5 മണിക്ക് MV ഗോവിന്ദൻ മാഷ് CPMന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ താനൂരിൽ നിങ്ങളുടെ സിറ്റിംഗ് MLAയും നിങ്ങളുടെ മിനിസ്റ്ററുമായ വി അബ്ദുറഹ്മാൻ ആയിരുന്നു കാൻഡിഡേറ്റ്. പിന്നെ എന്തുകൊണ്ടാണ് തിരൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്? ഈ പ്രഖ്യാപനം വന്ന് 3 ദിവസവും അദ്ദേഹം അനങ്ങിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നൊരു പോസ്റ്റ് ഒന്നും കണ്ടില്ല. അതെന്തുകൊണ്ടാണ് അദ്ദേഹം താനൂര് വേണ്ട എന്ന് വെച്ചത്? മന്ത്രിയാണ്, സിറ്റിംഗ് MLA ആണ്. ആര്യ, ഞാൻ ആ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ 2 ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ടായി. ഒന്ന്, BJPയുടെ പ്രതിനിധി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് സംസ്ഥാന വക്താവ് എന്ന രൂപത്തിലാണല്ലോ അദ്ദേഹം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയും, ജനപ്രാതിനിധ്യ നിയമം, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇലക്ഷൻ കോണ്ടക്ട് റൂൾസും മറ്റു കാര്യങ്ങളും എല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നത്, സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ഒരു കറപ്റ്റ് പ്രാക്ടീസാണ്, ഇലക്ഷൻ അഴിമതിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഇലക്ഷൻ റദ്ദ് ചെയ്യാനും മറ്റ് ക്രിമിനൽ ക്രമങ്ങളെല്ലാം വിളിച്ചു വരുത്തുന്ന ഒരു നടപടിയാണ്. 2 തവണ, ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഹിന്ദു MLAക്ക് അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊന്നുമില്ല. MLA എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധിയാണ്. ഹിന്ദു MLA ഇല്ല എന്നുള്ള പരാമർശവും തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ഗുരുവായൂരപ്പനാണെന്നുള്ള പരാമർശവും, ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് ഞാനിങ്ങ് വന്നിരിക്കുന്നതെന്നുള്ള പരാമർശവും എല്ലാം ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏറ്റവും വലിയ കറപ്റ്റ് പ്രാക്ടീസസ് ആണ്. ഒരിക്കലും ഒരു കാൻഡിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഗുരുതരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ അത് പോലീസ്, നിയമ സംവിധാനവും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഫലപ്രദമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് താങ്കൾ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിൽ നിന്ന് തെന്നി മാറുകയും അതൊക്കെ വെല്ലുവിളിച്ച് പോകുന്ന ഒരു രീതിയാണ് കണ്ടത്. അത് BJP ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്, ഒരു തെരഞ്ഞെടുപ്പിനെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെയും സ്ഥാനാർത്ഥിത്വത്തെയും കാണുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ കോർ കമ്മിറ്റിയും മറ്റുമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ ശബരിമല അയ്യനോ ഒന്നും അല്ല എന്നതാണ് ജനങ്ങൾക്കറിയാവുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവിടെ നുസൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രഖ്യാപനവും അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, എത്ര മോശമായിട്ടാണ് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചത്? അങ്ങാടി തോറ്റാലും അമ്മയോട്. അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്ന പരാമർശങ്ങൾ ഗുരുതരമായിട്ടുള്ള പരാമർശമാണ്. അത് അദ്ദേഹം പിൻവലിക്കേണ്ടതാണ്. വസ്തുതയുമായി പുലബന്ധമില്ലാത്ത പരാമർശങ്ങളാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പല ഘട്ടത്തിലും ഇതേ കോൺഗ്രസ് പ്രതിനിധി ഉൾപ്പെടെ പല കോൺഗ്രസ് പ്രതിനിധികളും അവരവരുടെ വാദം ദുർബലമാകുമ്പോൾ എടുത്തു പ്രയോഗിക്കുന്ന ഒരു സ്ഥിരം ശൈലിയായിട്ട് ഇത്തരം ശൈലി മാറിയിട്ടുണ്ട്. അത്തരം ശൈലി നടത്തിയവരെല്ലാം മാസത്തിൽ 1-2 തവണ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന് അവിടെ
പ്രതിക്കൂട്ടിൽ കയറി തൊഴുതു നിൽക്കുന്ന കാഴ്ച അങ്ങ് വന്നാൽ കാണാൻ കഴിയും. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ പ്രധാനപ്പെട്ട ആങ്കർ അടക്കം അവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രതിയായി തൊഴുതു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു വാക്ക് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വം വേണം, സത്യമായിട്ട് ബന്ധം വേണം. വാദം ജയിക്കാൻ വേണ്ടി അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ തുടരെ ആവർത്തിക്കുന്നത് ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതല്ല എന്ന് ശ്രീ റിജിൽ മാക്കൂട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഇപ്പൊ താനൂര് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറി. അവിടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ സങ്കല്പങ്ങൾ താനൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ എന്റെ വികസന അജണ്ട പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പല ചാനലുകൾ ചോദ്യം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച അബ്ദുൾ റഹ്മാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് പാലക്കാട് വികസിപ്പിക്കാമെന്നാണോ, അതോ 985 വോട്ടിനാണ് ജയിച്ചു കയറി കഴിഞ്ഞ തവണ PK ഫിറോസിനെതിരെ, ഇത്തവണ PK നവാസ് ആണ്, ആ ഭയം കൊണ്ടാണോ? ഒരു ഭയവുമില്ല. താങ്കൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ എന്നോട്, പാലക്കാട് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചെന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ മറുപടിയും പറഞ്ഞു, 57 മുതൽ നിരവധി മണ്ഡലങ്ങളിൽ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ ഇപ്പൊ എനിക്കറിയാം CPM പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നു, അതല്ല. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിങ്ങൾ എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയ ചോദ്യമാണ്. അല്ല, ഈ വട്ടിയൂർക്കാവും BJPയുടെ A ക്ലാസ് മണ്ഡലമായിരുന്നല്ലോ. അതേ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴായിരുന്നല്ലോ തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്ത് അവിടെ പോയി മത്സരിച്ചത്. ആ VK പ്രശാന്ത് 3ാം സ്ഥാനത്ത് നിന്നും 1ാം സ്ഥാനത്തേക്ക് കുതിച്ചു മുന്നേറിയതും 2ാം സ്ഥാനത്തെ സ്ഥാനാർത്ഥിയേക്കാൾ ആയിരക്കണക്കിന് വോട്ട് മുന്നേറിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് കാര്യം. മേയർ ബ്രോ ആയിരുന്നു ആ സമയത്ത് തിരുവനന്തപുരത്തെ ജനകീയനായ മേയർ ആയിരുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ മാത്രമേ നിയമസഭയിലേക്ക് മത്സരിക്കാവുന്നില്ലല്ലോ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ, ആ ജനപ്രതിനിധികൾ അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് തന്നെ ഇല്ല. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആ പൊതുപ്രവർത്തകർ ജനകീയ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്, അവരുടെ ജനങ്ങളോടുള്ള സമീപനം എന്താണ്, വികസന കാഴ്ചപ്പാട് എന്താണ്, അങ്ങനെ വരുമ്പോൾ പുതിയ ചെറുപ്പക്കാരടക്കമുള്ളവരെ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും. അതെന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചില്ല? അദ്ദേഹം പാർട്ടി മെമ്പറല്ല, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കില്ല. ഇതൊന്നുമല്ല കാര്യം. പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ 2-3 തവണയായി പാലക്കാട് ബിഗ് ഫൈറ്റ് നടക്കുകയാണ്. അവിടെ BJP, അത് ഈ ശ്രീധരൻ ഷാഫി പറമ്പിലിന്റെ ആ സമയം മുതൽ, അന്ന് CPM നിന്നുള്ള നേതാക്കൾ പോലും ഷാഫി ജയിക്കട്ടെ എന്ന് ആഗ്രഹിച്ച നിമിഷമുണ്ടായിരുന്നു അവസാനം. അത് അരുണിനും അറിയാവുന്നതാണ്. അങ്ങനെ ടഫ് ഫൈറ്റ് നടക്കുന്ന ശക്തമായ വേരോട്ടം BJPക്കുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളൊരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല എന്നുള്ളത് ചോദ്യമല്ലേ? അവിടെ ഇപ്പൊ അരുൺ പറഞ്ഞു യുവരക്തങ്ങളെ പരീക്ഷിക്കണമെന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ PM മാർഷോ ഇല്ലേ നിങ്ങൾക്ക് അവിടെ നിന്ന്? അല്ല, ഇവിടെ PM ആർഷോ ഷൊർണൂരാണ്, പാലക്കാടൊന്നും അല്ല. താങ്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു സൂപ്പർ കാൻഡിഡേറ്റ്, ഒരു മെഗാ കാൻഡിഡേറ്റ് തന്നെയാണ് ഞങ്ങൾ അണിനിരത്തിയിരിക്കുന്നത്. ഇപ്പോൾ നേമത്ത് BJP അക്കൗണ്ട് തുറന്നതല്ലേ ഈ കേരളത്തിൽ? ആ അക്കൗണ്ട് തുറന്ന BJPയെ വട്ടപൂജ്യമാക്കി മാറ്റിയതും പിന്നീട് അക്കൗണ്ട് തുറക്കാതെ കാത്തു സൂക്ഷിക്കുന്നതും ഈ തവണയും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ആധികാരികമായിട്ട് പ്രഖ്യാപിക്കുന്നതും ഇടതുപക്ഷമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ പട്ടിക വരട്ടെ എന്നിട്ട് മാത്രം BJP പട്ടിക പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ BJP പട്ടിക വരട്ടെ എന്നിട്ട് കോൺഗ്രസ് പ്രഖ്യാപിക്കാം, രണ്ട് പട്ടികയിൽ ഇടം പിടിക്കുന്നവർ ആരൊക്കെ എന്ന് മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം കാത്തിരിക്കുന്നതും എല്ലാം നമ്മൾ കാണുകയാണ്. അല്ലല്ല, കോൺഗ്രസിന്റെ രമേശ് പിഷാരടി വന്നതിന് ശേഷമാണ് അവിടെ പാലക്കാട് നിങ്ങൾക്ക് NMR റസാഖിനെ നിങ്ങൾ കണ്ടെത്തിയത്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിന്റെ പൊതു സാഹചര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വീക്കാണെന്നോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കരുത്തനല്ല എന്നൊന്നും ഒരു മാധ്യമം വിലയിരുത്തരുത്. ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരെല്ലാം കരുത്തന്മാർ തന്നെയാണ്. അവർ കൂടുതൽ ജനകീയന്മാരുമാണ്. കൂടുതൽ ജനകീയൻ ആരാണ്?
ആ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്ന ആരാണെന്നൊക്കെ വരട്ടെ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ വിധി പറയല്ലേ. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി തന്നെയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. ആ രാഷ്ട്രീയം ജനകീയ രാഷ്ട്രീയം, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വികസന കാഴ്ചപ്പാട്, ക്ഷേമ കാഴ്ചപ്പാട്, ഒരു നവകേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചപ്പാട്. അതിന് എന്തു വന്നാലും അംഗീകാരം കിട്ടും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അതൊരു 110-ന് മുകളിലേക്ക് മികച്ച ആകർഷകമായ കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വിജയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങൾ വിലയിരുത്തല്ലേ. സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ മന്ത്രി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് താൻ മറ്റൊരു മണ്ഡലം പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതൃത്വത്തെ പരീക്ഷിക്കുക, അതുപോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉപയോഗിക്കേണ്ട മേഖലകളിൽ ഉപയോഗിക്കുക, അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. ശരി, ശ്രീ അബ്ദുൾ സലാം, ഇതിപ്പം നമുക്കൊരു തെരഞ്ഞെടുപ്പിലാവുമ്പം ഒരു സ്ഥാനാർത്ഥിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു അറിവുണ്ടാകും. അപ്പം 2020 നിങ്ങളുടെ കൂട്ടുമുന്നണിയിലുള്ളതാണ് 2020. അവർ കഴിഞ്ഞ ദിവസം ഇവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് നമുക്ക് ബിഗ് ബോസ് ഓഡിഷൻ പോലെ തോന്നി. ഓരോ രീതിയിൽ ഓരോ സീസൺ 5, സീസൺ 2, സീസൺ 3 ആളുകളെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. പിന്നെ അവസാനം നിങ്ങൾക്ക് തന്നെ അവർക്ക് വോട്ടില്ല. നിങ്ങളുടെ കേന്ദ്രമന്ത്രി അവരുടെ പ്രചാരണ പരിപാടിക്ക് വന്നപ്പോൾ ഇതിന്റെ അവസാനം തിരിച്ചു പോകേണ്ടി വന്നു വോട്ടില്ലാത്തത് കൊണ്ട്. അപ്പം ഇതൊന്നും ആലോചിക്കാതെയാണോ സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ഘടകകക്ഷിയുടെ നേതാവ് എന്നാണ് ഉത്തരം പറയേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയിലെ സാധാരണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടകകക്ഷിക്ക് ഓരോ ലീഡേഴ്സ് ഉണ്ടാവും. അവരുടെ ഡിസ്കഷനിൽ കോർ കമ്മിറ്റി ഡിസിഷൻ അനുസരിച്ച് അവരവരുടെ സീറ്റുകൾ ഇത്രയെന്ന് അലോട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഘടകകക്ഷികളുടെ നേതാക്കന്മാർ അവരുടെ കമ്മിറ്റികളുമാണ് അവരവരുടെ കാൻഡിഡേറ്റ്സിന് അവരുടെ കക്ഷിക്ക് വിന്നബിളായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള അവിടേക്ക് പീപ്പിൾ ഓറിയൻറ്റഡ് വർക്ക് ചെയ്യുന്ന ധാർമ്മിക മൂല്യമുള്ള നന്മയുള്ള കാൻഡിഡേറ്റ്സിന് അവർ നോക്കി പോകുന്ന പ്രോസസ്സിൽ വന്നൊരു മിസ്റ്റേക്കാണ്. പറഞ്ഞു ധാർമ്മിക മൂല്യമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൽ ഈ കാറ്റഗറി എന്താണ് പ്രവർത്തിച്ചത് പൊതുപ്രവർത്തന രംഗത്ത്? എനിക്ക് അറിവില്ലാതിട്ട് ചോദിക്കുകയാണ്. ശ്രീമതി മാഡം ആര്യ നിങ്ങൾ ആൾക്കാരെ വിളിച്ചിരുത്തി അവഹേളിക്കായിരിക്കും. നിങ്ങളൊരു ചോദ്യം ചോദിക്കൂ, അല്പസമയം കൊടുക്കൂ, അവരുടെ ഉത്തരം പറയാൻ പറയൂ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഇടയ്ക്ക് കയറി നിങ്ങൾ പറയണേ നിങ്ങൾ തന്നെ ചോദ്യം ചോദിക്കൂ, നിങ്ങൾ തന്നെ ഉത്തരം പറയൂ, നമ്മളെ വിളിക്കാതിരിക്കൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം 2020 വന്ന ഒരു എന്താ പറഞ്ഞാൽ ആദ്യ സമയത്ത് വന്ന അവരുടെ ഒരു അപാകതയെ പറ്റിയാണ്. അവരാദ്യമായിട്ട് പാർട്ടിയിലേക്ക് വന്ന് ഒരു ഇലക്ട്രൽ പരിപാടി, അതായത് പഞ്ചായത്ത് ലെവലിൽ നിന്ന് അസംബ്ലി ലെവലിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് വന്ന ഒരു പെശകാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എല്ലാവരും മനഃപൂർവ്വം വരുത്തിയല്ല. അങ്ങനെ ഒരു 5 കൊല്ലം അടുത്ത 5 കൊല്ലം 2-3 ടേം കഴിയുമ്പോഴല്ലേ ഈ പറഞ്ഞ LDFും UDFും ഞങ്ങൾ പറയുന്ന ഇരട്ടക്കുട്ടികളെ 70 കൊല്ലം ഭരിച്ചിട്ടല്ലേ അവരിത്ര മിടുക്കന്മാരായത്. ഞങ്ങളെപ്പോഴും 0 സീറ്റ് വെച്ചല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു വിസ്മയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ വിസ്മയം എന്താണ്? ഈ വിസ്മയം എനിക്ക് അതിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഞാൻ നിർത്താം. വിസ്മയം യു ക്യാൻ സി ഓൺ 4th May ഇലക്ഷൻ റിസൾട്ട് വരുമ്പം നിങ്ങൾക്കറിയാം 0-ൽ നിന്ന് NDA ടീം എവിടെ നിൽക്കുന്നു. വിസ്മയം, അപ്രതീക്ഷിതമായ ചില നമ്പറുകൾ നിങ്ങൾക്ക് 4-ാം തീയതി കാണാം. അതിൽ കൂടുതൽ എനിക്കതിലൊന്നും പറയാനില്ല. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും നമ്മൾ നേരത്തെ സംസാരിച്ച ആ വിഷയത്തെ പറ്റി താങ്കളോട് വീണ്ടും ചോദിച്ചിരുന്നു. താങ്കൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് മറുപടി ഉണ്ടോ? അതിന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് എന്നതാ, അത് നിയമപരമായി തെറ്റാണ്. നിയമപരമായി തെറ്റാണെങ്കിൽ ആ കാൻഡിഡേറ്റ് അതിന് വിധേയനാകണം. അത് നാച്ചുറലല്ലേ. അദ്ദേഹം പറഞ്ഞു ശരി തന്നെയല്ലേ, അത് നിയമപരമായി തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതിനാരാ എതിർക്കുന്നേ? അതിന് നമ്മൾ തെറ്റല്ല എന്ന് പറയാനുള്ള ലീഗൽ പാണ്ഡിത്യം ഞാൻ ആണെങ്കിൽ യെസ്. അപ്പം വി ഗോപാലകൃഷ്ണൻ ബിജെപിയുടെ അഭിപ്രായമല്ലേ അന്നായി പറഞ്ഞത്. ബിജെപിയുടെ ഒരു കാൻഡിഡേറ്റ് പറയണതല്ല, മണിക്കൂർ ഇവിടെ ഇരുന്ന് പറയണതല്ല LDFന്റെ അഭിപ്രായമാണ്. ബിജെപിയുടെ വക്താവാണ് അയാള്.
അതെ, ശ്രീ അബ്ദുൽ സലാം, എന്റെ ചോദ്യം ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ ഈ വീഡിയോ ഇട്ടിട്ട് മണിക്കൂറുകളായി അഭിപ്രായം പറയണത് ബി ഗോപാലകൃഷ്ണൻ ഈ വീഡിയോ ഇട്ടിട്ട് മണിക്കൂറുകളായി, ഈ റീൽ ഇട്ടിട്ട് മണിക്കൂറുകളായി, ഇതുവരെ ബിജെപിക്ക് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ബിജെപിയുടെ സാധാരണക്കാരൻ ആളാണോ? അത് ഉത്തരവാദിത്വം ബിജെപിക്ക് ഇല്ലേ? ഞാൻ അതായി പറഞ്ഞത്, നിങ്ങളിപ്പോൾ ആർഗ്യൂ ചെയ്യുന്നത് അങ്ങേര് തെറ്റാണ് ചെയ്തതെങ്കിൽ ഹീസ് ഓപ്പൺ ഫോർ ലീഗൽ അസസ്മെന്റ്. ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പറഞ്ഞ എംഫറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം, ഇത്രയും മണിക്കൂറുകളായി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും ആ വീഡിയോ അവിടെയുണ്ട്. ബിജെപിയിൽ ഇതൊക്കെ നോക്കാൻ, ഇതൊന്നും ഓഡിറ്റ് ചെയ്യാൻ, സ്ഥാനാർത്ഥികൾ ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നുണ്ടെങ്കിൽ, ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനം, സംഘടനാ സംവിധാനം നിങ്ങളുടെ പാർട്ടിക്കില്ലേ? അതൊക്കെ ഉണ്ട് ആര്യ. ഇവിടെ ഈ ഇലക്ഷൻ ആകെ 15-18 ദിവസമുള്ള സമയം, അനലൈസ് ചെയ്യും. അത് പോയിന്റ് അതെല്ലാം പറയും. ഇലക്ഷനുള്ള സമയം വളരെ ചുരുക്കമല്ലേ? എല്ലാ കാൻഡിഡേറ്റ്സിനും ഇങ്ങനെ ഓടി നടക്കുകയല്ലേ? എല്ലാ തലങ്ങളിലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യും, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹിന്ദു MLA വേണമെന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഉണ്ടായിക്കോട്ടെ, അല്ല ഉണ്ട്. അപ്പൊ അത് തെറ്റാണോ ശരിയാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ കണ്ടന്റ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഇല്ലീഗൽ എന്നോ ഇറഗുലർ എന്നോ ആണെങ്കിൽ അതിന് അതിൻ്റെതായ നടപടി ബിജെപി സ്വീകരിക്കുമോ? ഞാൻ ചോദിക്കുന്നത് ബിജെപിക്ക് ഇത് കുഴപ്പമല്ലേ എന്നുള്ളതാണ്. ബിജെപിക്ക് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ചെയ്തത് പാർട്ടിക്ക് എഗൻസ്റ്റ് ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും തീർച്ചയായും അതിനനുസരിച്ചുള്ള നടപടി പാർട്ടിയിൽ നിന്നുണ്ടാവും. അതിന് യു ഹാവ് ടു വെയിറ്റ്. കാര്യം എല്ലാ പ്രാവശ്യവും 4 ആഴ്ച 5 ആഴ്ച ഇലക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ആകെ 3 ആഴ്ചയുള്ളത്. ആ സമയം കൊണ്ട് എവ്രിബഡി ഈസ് ആഫ്റ്റർ ദേ ആർ ഓൾ ബിസി ആൻഡ് വർക്കിംഗ് വിത്ത് പാർട്ടി ക്യാമ്പയിൻ ആൻഡ് അതർ ആക്ടിവിറ്റി. ഇത് സമയമെടുക്കും. വെയിറ്റ്. പക്ഷേ ഇത് കുറച്ച് പേഷ്യൻസ് എടുക്കൂ. എന്റെ പേഷ്യൻസിന്റെ കുഴപ്പമല്ല. ഇത് BJPയുടെ ഒരു സ്ഥാനാർത്ഥിയാണ്, തലമുതിർന്ന നേതാവാണ്. എത്രയോ കാലമായി നിങ്ങളുടെ പാർട്ടിയെ കേരളത്തിൽ പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അഹോരാത്രം ശ്രമിക്കുന്ന ബി ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരുമ്പോൾ അത് നിങ്ങളുടെ പാർട്ടിക്കല്ലേ ഡാമേജ് ഉണ്ടാക്കുന്നത്? അതിന് ഇനിയും പേഷ്യന്റ് ആയിട്ട് കാത്തിരിക്കണോ? നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഫോൺ കോളിൽ അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞതിൻ്റെ എന്താണ് പറഞ്ഞത്, എന്താണ് സാഹചര്യം, എന്താണ് നിങ്ങളെ പ്രകോപിപ്പിച്ചത്, നിങ്ങൾ ഇതുപോലെ മതപരമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. വളരെ ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിന്റെ അജണ്ട എന്താണെന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെയാണ് ആ വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത്. വർഗീയത പറഞ്ഞ് വോട്ട് നേടുക. തികഞ്ഞ വർഗീയവാദിയാണ് സ്ഥാനാർത്ഥി. അതാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾ ഒരു വൈസ് ചാൻസലർ ആയിരുന്നല്ലോ. താങ്കൾ ഒരു വൈസ് ചാൻസലർ അല്ലേ? താങ്കൾ പഠിപ്പിച്ച അങ്ങനെയല്ലല്ലോ. ഇപ്പൊ താങ്കൾ പഠിപ്പിച്ച പ്രസ്ഥാനത്തിലല്ല, വർഗീയ പാർട്ടിയിലാണ് താങ്കളും. ഒരു വർഗീയവാദിയാണ് അയാൾ. വർഗീയവാദിയായി ഈ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച ഒരു വർഗീയവാദിയാണ് ഗോപാലകൃഷ്ണൻ. അതാണ് അയാൾക്കെതിരെ പറയാനുള്ളത്. താങ്കൾക്ക് ഇത് കയറി മയക്കി കിട്ടിക്കഴിഞ്ഞാൽ വായി വരണമൊക്കെ പറയുന്ന രീതി, അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ഇനി മേലാൽ ആരും വിളിക്കരുത്. സെൽഫ് റെസ്പെക്റ്റ് വേണം, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. പറയുമ്പോൾ ഉപയോഗിക്കാവുന്ന വാക്കുകൾ ഉപയോഗിക്കണം. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇൻസൾട്ട് ചെയ്യുന്നത് ശരിയുമല്ല. നമ്മൾ മ്യൂച്വൽ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാൻ പഠിക്കുക. അതാണ് ഒരു പബ്ലിക് ഡിബേറ്റിൽ നല്ലത്. ദയവ് ചെയ്ത് ഈ ബഹുമാനപ്പെട്ട ആര്യ ഇതുപോലെയുള്ള ടീമുമായിട്ട് എന്നെ വിളിക്കരുത്. ഐ ആം വെരി സോറി ടു കം ഓവർ ഹിയർ. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ റെജിൽ മാക്കുറ്റി, ഇന്നിപ്പം ജോസഫ് വാഴക്കൻ അടിച്ച പോസ്റ്ററുകളുടെ, ബാനറുകളുടെ, ഫ്ലെക്സുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. നല്ല രീതിയിൽ പണം പോയിട്ടുണ്ടാകും. ഒരു സൂചന, ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നില്ല? ഈ ലക്ഷങ്ങളൊക്കെ ആര് തിരിച്ചു കൊടുക്കും അദ്ദേഹത്തിന്? ശ്രീമതി ആര്യ, ഞാനിപ്പോൾ അരുൺകുമാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അരുൺകുമാറിൻ്റെ കുറിച്ച് അവർ പറഞ്ഞത് ദീപ്തി മേരി വർഗീസും ജോസഫ് വാഴക്കൻ പോസ്റ്റർ അടിച്ചു പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേരിലും അവിടെ ചുമരെഴുതിയിട്ടുണ്ടല്ലോ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
സ്വാഭാവികമായിട്ടും പ്രവർത്തകൻ അത്തരത്തിൽ ഓരോ ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം പരിഗണിക്കപ്പെടും. പക്ഷേ പല സാഹചര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥിയുടെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ് ഇത്. എന്തായാലും സമയം വളരെ കുറവല്ലേ, അതുകൊണ്ട് അരുണിന് വേണ്ടിയാണെങ്കിൽ പ്രവർത്തകന്മാർ ചെയ്ത കാര്യമാണ്. തന്നെ ചെയ്തതാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ദീപ്തി പറഞ്ഞിട്ടുണ്ട് സമയം കുറവാണല്ലോ, അതുകൊണ്ട് ഫ്ലെക്സ് അടിച്ചതാണ്. ഇപ്പൊ ജോസഫ് വാഴക്കന്റെ കാര്യം നോക്കൂ, എത്ര ലക്ഷമാണ്, എത്ര ബാനറുകളാണ്, എത്ര ഫ്ലെക്സുകളാണ്. ഇനി അതൊക്കെ എന്ത് ചെയ്യും? സ്ഥാനാർത്ഥിയായാൽ മാത്രമേ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് പോസ്റ്റർ അടിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയ പാർട്ടിയെ കോൺഗ്രസ്. അതൊക്കെ നമ്മുടെ പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സ്ഥാനാർത്ഥിയാവും എന്ന് കരുതി ചിലപ്പോൾ ഒരു ചെറിയ നിർദ്ദേശം അല്ലെങ്കിൽ അവർക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് അവർ മുൻകൂർ അതുമായി ബന്ധപ്പെട്ട് കാര്യം ചെയ്തതാണ്. പക്ഷേ പാർട്ടിയുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സാഹചര്യം അനുസരിച്ച് ആളെ പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. അല്ല അതിനകത്ത് അവർ വളരെയധികം നന്ദി ശ്രീ KS അരുൺകുമാർ, ശ്രീ റെജിൽ മാക്കുറ്റി, ശ്രീ അബ്ദുൽ സലാം നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം.